ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വിവാഹത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗൂഗിളിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് ആ വിവാഹത്തെക്കുറിച്ച് അറിയാനായിരുന്നു. ആ വിവാഹത്തിൽ വന്ന താരങ്ങളാരൊക്കെ, ആ വിവാഹത്തിലെ വസ്ത്രങ്ങൾ എന്തൊക്കെ, ഭക്ഷണം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ആളുകൾ തിരഞ്ഞത്. മറ്റാരുടെയുമല്ല, മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയും അതോടൊപ്പം തന്നെ കവിതാ മർച്ചൻറ്റിൻ്റെയും വിവാഹത്തെക്കുറിച്ചാണ് അത്. ലോകത്തെ ഏറ്റവും ആഡംബരപൂർണമായ വിവാഹം എന്ന രീതിയിലാണ് അതിപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. അജിംസ്, വാർത്തകളിൽ നിറയുന്നത് ഒരു വശത്ത്, മറുവശത്ത് ആളുകൾ ചോദിക്കുന്നത്, ഒരു പറ്റം ആളുകൾ ചോദിക്കുന്നത്, ഇത്രയും ആർഭാടം ഒരു വിവാഹത്തിന് വേണ്ടതുണ്ടോ? എന്തിനാണ് ഇത്രയും സെലിബ്രിറ്റികളും ഇത്രയും രാഷ്ട്രീയക്കാരും ലോകത്തെ തന്നെ വളരെ പ്രമുഖരുമൊക്കെ ഇത്തരമൊരു കല്യാണത്തിലേക്ക് എത്തുകയും അത് ആ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു വിഭാഗം ചോദിക്കുന്നു. മറുവിഭാഗം ചോദിക്കുന്നു, എന്തുകൊണ്ട് അയാൾക്ക് ആഘോഷിച്ചുകൂടാ? അത്രയും വലിയൊരു മുതലാളി, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്തിൻ്റെ ഉടമ, അയാൾക്ക് സ്വാഭാവികമായി അയാളുടെ മകൻ്റെ കല്യാണം ഇങ്ങനെയൊക്കെ നടത്തുകയും ചെയ്യാമല്ലോ. എവിടെയാണ് നമ്മൾ നിലപാട് വ്യക്തമാക്കേണ്ടത്? അല്ല, അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. അതായത് മുകേഷ് അംബാനിക്ക് കാശുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ആസ്തി ഉണ്ടാവും, എത്ര രൂപയുടെ ആസ്തിയുണ്ട്? ഇപ്പോൾ നൗഫലിന് എനിക്കോ ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെന്ന് കരുതുക, നമ്മുടെ വീടും സ്ഥലവും എല്ലാം ഉൾപ്പെടെ. നമ്മളൊരു കല്യാണം നടത്തുന്നത് എത്ര രൂപ വെച്ചിട്ടാണ്? 50 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള ഒരാൾ കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും കല്യാണത്തിന് പിടിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ വിവാഹമാണെങ്കിൽ സ്വർണം വാങ്ങണം, അത് വാങ്ങണം, ഇതൊക്കെ വേണം. 10 ലക്ഷം രൂപ എന്തായാലും പോലെ. അതായത് നമ്മുടെ സ്വത്തിൻ്റെ 5/1. അംബാനിയുടെ സ്വത്തിൻ്റെ 5/1 അയാൾ ചിലവാക്കിയിട്ടില്ല ഈ കല്യാണത്തിന് വേണ്ടിയിട്ട്. ഒരു 0.5% പോലും അയാളുടെ മൊത്തം സമ്പത്തിൻ്റെ ഈ കല്യാണത്തിന് വേണ്ടി ചിലവാക്കി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു കല്യാണങ്ങളൊക്കെ, വലിയ കല്യാണങ്ങൾ നടത്തുന്ന ആളുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 2500 കോടി മുതൽ 3000 കോടി രൂപ വരെ അതിന് ചിലവാക്കിയിട്ടുണ്ടാവുന്നതാണ്. എന്നാലും അതൊരു വലിയ തുകയാണ്. 2500 കോടി എന്ന് പറഞ്ഞാൽ ചില സംസ്ഥാനങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ അത്രയും ഉണ്ടാവും, അല്ലേ? 2020 ഇന്ത്യയുടെ ആരോഗ്യ ബഡ്ജറ്റ്, ഈ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആരോഗ്യ ബഡ്ജറ്റ് 2000 കോടി രൂപ നമ്മൾ മനസ്സിലാക്കണം. അത് കോവിഡിന് തൊട്ട് മുമ്പുള്ള വർഷം 2019. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊരു ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അങ്ങനെ അത്രയും പണം ചിലവഴിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള. പക്ഷേ അതിനോട് പ്രതികരിച്ച 2 പേരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനോട് നെഗറ്റീവായിട്ട്, അത്തരം കല്യാണങ്ങളോട് നെഗറ്റീവായിട്ട് പ്രതികരിച്ച 2 പേര്. അതിലൊരാൾ ഡോക്ടർ തോമസ് ഐസക്കാണ്. ഐസക്ക് പറഞ്ഞത്, ഐസക്ക് തന്നെയാണ് പറയുന്നത്, അയാളുടെ കാശ് അയാൾക്ക് നടത്താം. പക്ഷേ ഇത്രയും പണം ചിലവഴിക്കുമ്പോൾ ചില ആളുകൾ പറയും, ഇപ്പോൾ അംബാനിയുടെ കയ്യിൽ ശതകോടികളുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിങ്ങനെ ചിലവഴിക്കുമ്പോൾ അത് മാർക്കറ്റിൽ വരുമ്പോൾ അത് എന്താണ്, പാവങ്ങളുടെ കയ്യിലേക്ക് എത്തും, അപ്പോൾ തൊഴിൽ സൃഷ്ടിക്കും, അങ്ങനെയൊക്കെ വാദിക്കുന്ന ആളുണ്ട്. അത് മണ്ടത്തരാണ്, അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. അതിനൊരു കാരണം എന്ന് വെച്ചാൽ, ഐസക്ക് അതിൻ്റെ കാരണം പറയുന്നില്ലെങ്കിലും, ഇപ്പോൾ ജസ്റ്റിൻ ബീബറിന് 85 കോടി രൂപയാണ് 85 കോടി രൂപയാണ് ഒരു പ്രോഗ്രാമിന് കൊടുത്തത് ഈ പരിപാടിയിൽ. റിഹാന വന്നു, അവർക്ക് 70 കോടി രൂപ കൊടുത്തു. അങ്ങനെ വരുന്ന എല്ലാ സെലിബ്രിറ്റിക്കും പൈസ കൊടുക്കണം. അപ്പോൾ കിം കർദാഷിയൻ വരുന്നു, അങ്ങനെ പല ഇവർക്ക് ക്യാഷ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ ജസ്റ്റിൻ ബീബർക്ക് 85 കോടി കൊടുത്തു. അതുകൊണ്ട് ഇന്ത്യയിൽ ആർക്ക് എന്ത് നേട്ടം ഉണ്ടാവുക? ജസ്റ്റിൻ ബീബർ ആ ക്യാഷ് വാങ്ങിയിട്ട് അമേരിക്കയിലേക്ക്, കാനഡയിലേക്ക് പോകും. ആർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ അവിടെ വരുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണമൊന്നും പുറത്തുനിന്ന് എത്തിക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ, ഇനിയിപ്പോൾ യൂറോപ്പിലെവിടെയും പാകം ചെയ്ത് ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നതാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു കിനിഞ്ഞിറങ്ങൽ സിദ്ധാന്തം, അംബാനിയുടെ കയ്യിൽ നിന്ന് പണം ഇങ്ങനെ കിനിഞ്ഞിറങ്ങി പാവം കിട്ടും എന്നുള്ള സിദ്ധാന്തമൊന്നും ശരിയല്ല. ഐസക് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇത്തരം ലക്ഷൂറിയസ് ഈവൻസിന് ലക്ഷറി ടാക്സ് ഈടാക്കണം എന്നുള്ളതാണ്. അത് യുക്തിഭദ്രമാണ്. അതിന് കാരണം വെച്ചാൽ അത്ര വലിയ ലക്ഷറിയാണ്. നമുക്കിപ്പോൾ അറിയാം, നമുക്ക് 3000 സ്ക്വയർ ഫീറ്റിലധികം വീട് വേണം കേരളത്തിൽ, ലക്ഷറി ടാക്സ് വേണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരം ലക്ഷൂറിയസ് ഈവൻസിനും അങ്ങനെ ടാക്സ് ഈടാക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് അത് പാവങ്ങളിലേക്ക് എത്തും, അത് പൊതു ഖജനാവിലേക്ക് വരികയും അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അല്ലാതെ ഇയാളുടെ കയ്യിൽ ക്യാഷുണ്ട്, ഞാൻ 5000 കോടിക്കോ 10000 കോടിക്കോ കല്യാണം നടത്തും, അതിനെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ വരുന്ന ആളുകൾ മുഴുവൻ, വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പൈസ അതൊന്നും സർക്കാരിന് ടാക്സ് ആയിട്ട് കിട്ടുന്നൊന്നുമല്ല. എല്ലാവരും വിദേശികളാണ്, ഇന്ത്യക്കാരാണെങ്കിൽ കിട്ടുമെന്ന് വിചാരിക്കാം. വരുന്ന സെലിബ്രിറ്റികൾ അങ്ങനെ തന്നെയാണ്. മറ്റൊരാൾ ഇതിനെ വിമർശകരമായി സമീപിച്ച മറ്റൊരാൾ അനുരാഗ് കശ്യപിൻ്റെ മകളാണ്. അവർ വരുന്ന ആലിയ. അവർ പറഞ്ഞത്, എനിക്ക് ഈ പരിപാടിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ഞാനതിന് പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത്, അത് അവരുടെ ഒരു PR സ്റ്റണ്ടാണ്. ഇപ്പോൾ രാധിക മർച്ചൻറ്റും ആനന്ദ് അംബാനിയും കല്യാണം കഴിക്കുന്നത് ആരും അറിയാതെ, അവർ രജിസ്റ്റർമാർ ചെയ്താലും ഈ ലോകത്തിലും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. അവർ കല്യാണം അപ്പോൾ അവർ ഈ ഒരു രഹസ്യമായിട്ടൊരു കല്യാണം നടത്തിയിട്ട് ഈ പറയുന്ന സെലിബ്രിറ്റികളൊക്കെ ക്ഷണിച്ചാൽ തന്നെ ഇവരെല്ലാവരും വരും, അല്ലേ? അംബാനിയുടെ മകൻ്റെ കല്യാണത്തിൽ ഇവരൊക്കെ വരിക തന്നെ ചെയ്യും. ഇതിങ്ങനെ ഒരു ഈവൻ്റായിട്ട് നടത്തുക, അതിലിങ്ങനെ എന്താണ്, ഇപ്പോൾ ANI പോലുള്ള ന്യൂസ് ഏജൻസികൾ മിനിറ്റിനാണ് ക്ലിപ്പുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റികൾ ഡാൻസ് ചെയ്യുന്നത്, രജനീകാന്ത് ഡാൻസ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. രജനീകാന്ത് അവിടെ പോയി ഡാൻസ് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നത് തന്നെ ഒരുതരം പബ്ലിക് റിലേഷൻ സ്റ്റണ്ടാണെന്നാണ് അവരുടെ വാദം.
അത്തരം ഒരു PR വർക്കിന് ഞാൻ പോയില്ല എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ PR-ന് വേണ്ടിയിട്ട് അവിടെ പോകേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതിലും ഒരു ഒരു യുക്തിയുണ്ട് അവരാ പറയുന്ന ഒരു കാര്യത്തിൽ. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം, ഈ പ്രീ വെഡ്ഡിങ് സെലിബ്രേഷൻസ് നടക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ മുഴുവൻ ടെലികോം കമ്പനികളും താരിഫ് വർദ്ധിപ്പിച്ചത്. അത് ആദ്യം വർദ്ധിപ്പിച്ചത് ജിയോയാണ്. ജിയോയുടെ ഉടമ മുകേഷ് അംബാനിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ജിയോ ആദ്യം വർദ്ധിപ്പിക്കുന്നു, അതിന് തൊട്ടുടനെ തന്നെ ഒരു കാർട്ടലുകൾ പോലെ ബാക്കി എല്ലാ കമ്പനികളും, BSNL ഒഴികെയുള്ള ബാക്കി എല്ലാ കമ്പനികളും അവരുടെ താരിഫ് വർദ്ധിപ്പിക്കുകയാണ്. താരിഫ് ചെറിയ വർധനയല്ല, നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എല്ലാ താരിഫും നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, നല്ല കൂട്ടലാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ജിയോ അവരുടെ താരിഫ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 3000 കോടി കൊടുക്കുന്ന അവർക്ക് ഒരൊറ്റ ദിവസത്തെ റീചാർജിൽ ഇപ്പോൾ അത്രയും റിക്ലെയിം ചെയ്തെടുക്കാൻ കഴിയും. അതിനെതിരെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. എല്ലാവരും ജിയോയും എയർടെലും VI ഒക്കെ ബഹിഷ്കരിക്കും, BSNL മടങ്ങി പോകുന്ന വലിയ ക്യാമ്പയിൻ തന്നെ നടന്നിരുന്നു. അത് ഈ പ്രീ വെഡ്ഡിങ് സെലിബ്രേഷൻ നടക്കുമ്പോഴാണ് അതൊക്കെ നടക്കുന്നത്. ഈ പ്രീ വെഡ്ഡിങ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മാർച്ച് മാസത്തിൽ ജാംനഗറിൽ, അതായത് ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ചിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു. അതിൽ തന്നെ സെലിബ്രിറ്റികൾ, സക്കർബർഗ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ വന്നിരുന്നു. എല്ലാം കഴിഞ്ഞ് നാളെ മംഗള ദിവസം വേറെ നടക്കാം. നാളെയാണ് റിസപ്ഷൻ. ശരിക്കും റിസപ്ഷൻ എയർപോർട്ടിന് പ്രത്യേക പദവി, ഇന്റർനാഷണൽ പദവി കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് മെയ് മാസത്തിൽ ഇറ്റലിയിലായിരുന്നു അടുത്ത പരിപാടി. ഇറ്റലിയിൽ ഒരു ക്രൂയിസ് വാടകയ്ക്ക് എടുത്തിട്ട് ഇറ്റലിയിൽ നിന്ന് റോം, സ്പെയിൻ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കറങ്ങി തിരിച്ചു വരികയാണ്. 2 ദിവസത്തെ പരിപാടിയാണ് ക്രൂയിസിൽ. അതിലും ഉണ്ടായിരുന്നു സെലിബ്രിറ്റികൾ. ഇതിനു മുമ്പ് നടന്ന ഒരു പരിപാടി എവിടെയായിരുന്നു? ഈ പ്രീ വെഡിങ്ങിന് തന്നെ 4-5 പരിപാടികൾ വേറെ തന്നെ നടന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊരു എക്സ്ട്രാവഗൻസിയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അയാൾക്ക് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോഴും നമ്മളൊരു ഇന്ത്യ ഈസ് എ സെക്യുലർ സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് സർക്കാരാണ് ആലോചിക്കേണ്ടത്. അതിന് ടാക്സ് ഈടാക്കണം, ലക്ഷറി ടാക്സ് ഈടാക്കുകയാണ് അത് അതിനുള്ള ഏറ്റവും നല്ല വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അംബാനിയുടെ മകൻ്റെ വിവാഹത്തെക്കുറിച്ച് നിഷാദ് റാവുത്തറിൻ്റെ അഭിപ്രായം അറിയുമ്പോൾ ലോകം കാത്തിരിക്കുക. അംബാനിക്ക് ഒരുപാട് പൈസ ഉണ്ട്. അംബാനി ജീവിക്കുന്നത് മുഴുവൻ ഇത്രയും ഭയങ്കര എക്സ്പെൻസീവ് ലൈഫ് നയിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അയാളുടെ പ്രിയപ്പെട്ട മകൻ എന്ന് പറയുമ്പോൾ ആനന്ദ് അംബാനി അവരുടെ കല്യാണത്തിൻ്റെ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര വൈകാരികമായിട്ട് സംസാരിക്കുന്നതാണെന്നുള്ളത്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട്, അവരെന്തുമാത്രം എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ പ്രസംഗിക്കുമ്പോൾ മുകേഷ് അംബാനി കരയുന്നതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ അത്രയും ഇമോഷണലായിട്ടുള്ള ബന്ധമുള്ള അംബാനി കുറച്ചുകൂടി അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആളാണ് ആനന്ദ്. അപ്പോൾ ആനന്ദിൻ്റെ കല്യാണം അംബാനി അദ്ദേഹത്തിൻ്റെ, നേരത്തെ അജിംസ് പറഞ്ഞാൽ നമ്മളൊക്കെ കയ്യിൽ എന്തുമാത്രം പൈസ ഉണ്ടാവോ ആ പൈസയുടെ ഒരു തുക എടുത്ത് ചിലവാക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ചിലവാക്കുന്നതിന് പോലും ഇല്ല. ഇപ്പോൾ 0.5 എന്ന് വെച്ചാൽ എന്താണ്, 12,500 കോടി US$ എങ്ങാണ്ടാണ് ഇയാളുടെ വെൽത്ത്. അതിലാകെ ചിലവാക്കുന്നത് 4,000 കോടിയായി. മാക്സിമം ഇപ്പം ഈ ഫിനാൻഷ്യൽ ടൈംസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന 5,000 കോടി രൂപ ചിലവാക്കുന്നുണ്ടെന്നാണ്. എന്ന് വെച്ചാലും കൂടുതലാണ്. ഇപ്പോൾ എന്നിട്ട് അവർ കുറേ താരതമ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡയാനയുടെ കല്യാണമുണ്ടല്ലോ, ഡയാന രാജകുമാരുടെ കല്യാണത്തിന് ആകെ ചിലവാക്കിയത് 1,400 കോടിയാണെന്ന്. പിന്നെയുള്ളത് UAE ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് 1,100 കോടി രൂപ ചിലവാക്കി. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ മുകേഷ് അംബാനി അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം നടത്തുന്നത് 5,000 കോടി രൂപ ചിലവാക്കിയിട്ടാണ്. ഈ 5,000 കോടി ചിലവാക്കുമ്പോഴും മൊത്തം വെൽത്തിൻ്റെ 0.5% ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ അയാൾക്കിപ്പോൾ ജിയോടെ ഇതൊന്നും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പുള്ളിക്ക് നടത്താൻ പറ്റും. പക്ഷേ ഈ സമ്പത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് പൈസ എടുത്ത് ചിലവാക്കുന്നു പറഞ്ഞാൽ അങ്ങനെയൊന്നും ചിലവാക്കുന്നില്ല. സത്യത്തിൽ മുകേഷ് അംബാനി കാശ് ഇറക്കുന്നില്ല ഈ കല്യാണത്തിന്. എൻ്റെ പോയിന്റ് വളരെ കുറച്ച് പൈസ മാത്രമേ ഇറക്കുന്നുള്ളൂ എന്നാണ്. അതിനേക്കാൾ കൂടുതൽ പൈസയുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ പൈസ എടുത്തിട്ടാണ് പെട്ടെന്ന് ഈ കല്യാണം നടത്തുന്നത് വിചാരിക്കേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തേത്, ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞാൽ പരിധി വിട്ട ലക്ഷറി ചെയ്യുമ്പോൾ ലക്ഷറി ടാക്സ് ഗവൺമെൻറ് ഈടാക്കേണ്ടതാണോ എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഈ കല്യാണത്തിന് ഒരുപാട് പേര് ഇവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഈ അംബാനിയുടെ സുഹൃത്തുക്കളെന്നൊക്കെ പറഞ്ഞ ആളുകൾ, ഇപ്പം തന്നെ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ രാധിക മർച്ചൻ്റിൻ്റെ വിവിധ കമ്പനികളുടെ ഡയറക്ടറും ശതകോടീശ്വരനായ പിതാവിൻ്റെ മകളുമാണ്. അവർ തന്നെ കോടീശ്വരിയാണ്. ഇവരുടെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ആളുകൾ, വരുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ, വൻകിട വ്യവസായികൾ, ഇവരൊക്കെ വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. ഈ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാലേ സ്വത്ത് കൈമാറുകയാണ്, പണം കൈമാറുകയാണ്, അല്ല പട്ടുസാരിയല്ല. പട്ടുസാരിയല്ല. അപ്പോൾ ഈ കൊടുക്കുന്ന വിനിമയത്തിനൊക്കെ ടാക്സ് വേണ്ടേ? അപ്പോൾ ഇന്ത്യയിലെ നിയമപ്രകാരം ഈ വിവാഹ സമ്മാനങ്ങൾക്ക് ഒരു ടാക്സും ഇല്ല. എന്തും കൊടുക്കാം നിങ്ങൾക്ക്. സ്വർണം കൊടുക്കാം, പണം കൊടുക്കാം, എത്ര വരെ കൊടുക്കാമെന്നും വ്യവസ്ഥയൊന്നുമില്ല. വിവാഹ സമ്മാനത്തിന് ടാക്സേ ഇല്ല. അപ്പോൾ നോക്കൂ, ഈ എത്ര ദിവസങ്ങളായി, ആഴ്ചകളായി കല്യാണത്തിൻ്റെ ഏർപ്പാട് പല ഇവൻറ്റുകളായി നടക്കുകയാണ്. എത്ര കോടി രൂപയുടെ സമ്മാനം അറിയുന്നുണ്ടാവും. അങ്ങനെ നോക്കിയാൽ അതിനിപ്പോൾ ടാക്സ് ഉണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ ടാക്സ് പോട്ടെ, വിവാഹത്തിന് ചെറിയ സമ്മാനം ഒന്നും കൊടുത്ത് ടാക്സ് ഇല്ല. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ടാക്സ് ഈടാക്കണം എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എത്ര കോടി രൂപ ടാക്സ് വരേണ്ട ഏർപ്പാടുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ നടക്കുകയാണ്. ഇപ്പോൾ വലിയ തോതിലുള്ള ഏർപ്പാടുകൾ നടക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് പബ്ലിക്കിന് എന്തെങ്കിലും പൈസയുള്ളവർ അവരുടെ കല്യാണം അങ്ങനെ നടത്തുന്നു. പക്ഷെ അതിനകത്ത് ഏതെങ്കിലും നിലയ്ക്ക് സമൂഹത്തിന് ഗുണമുണ്ടാവുന്ന, കാരണം സമൂഹത്തിനകത്ത് ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കുന്ന ആളാണല്ലോ. അപ്പം ഗവൺമെൻറ് എന്തുമാത്രം റഡാറിലുണ്ട്, ഗവൺമെൻറ് എന്തുമാത്രം തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന പ്രശ്നമുണ്ട്. അപ്പം ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് പദവി കൊടുക്കുന്നു, സാധാരണക്കാർക്ക് കിട്ടാത്ത പ്രിവിലേജ് ധനികർക്ക് കിട്ടുന്നു എന്ന പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ടാക്സ് ഏർപ്പെടുത്തിയാൽ നമുക്ക് എന്തുമാത്രം പൈസ കിട്ടാം, അതുപോലുള്ള കൺസേണുള്ള കാര്യമുള്ളൂ. ബാക്കിയൊക്കെ ആളുകൾക്ക് വലിയ പണക്കാരുടെ ആഘോഷം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? ഇപ്പോൾ ഏതൊരു വലിയ താരം പുതിയൊരു മെർസിഡസ് കാർ വാങ്ങിച്ചു എന്നുള്ള വാർത്ത പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്നുള്ള കമൻറ്റ് കൂടുതലായി വരും. വേറൊന്നും ഈ മീഡിയ കവറേജ് ആയിട്ട് ഇപ്പോൾ എന്നയുടെ കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ പലതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതൊക്കെ ആളുകൾ വരുന്നു, ജസ്റ്റിൻ ബീബർ വരുന്നു, അദ്ദേഹത്തിൻ്റെ ഭയങ്കര വിയേർഡായിട്ടുള്ള ഡ്രസ് കോഡും ഡാൻസും പാട്ടും ഇതൊക്കെ നിരന്തരം വന്ന് ഈ റീലുകളും വീഡിയോസ് എല്ലാം വരുന്ന അതിനകത്തു നിന്നാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് വാർത്തകൾ വേറെ ഇന്ത്യയിലുണ്ട് എന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ പലയിടത്തും വലിയ വലിയ ഫ്ലഡ് ഉണ്ടാകുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു, വെള്ളപ്പൊക്കമുണ്ട്, ട്രാഫിക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു, എയർപോർട്ടുകളിലേക്ക് മേൽക്കൂര തകർന്ന് വീഴുന്നു, വലിയ റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇൻ്റർനാഷണൽ വാർത്തകളാണ്, ഗസയിൽ ഇന്നിപ്പോൾ 70 വരെ ബോംബിട്ട് കൊല്ലുന്നു. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ കുറച്ചുകൂടി മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വാർത്തകളെ തമസ്കരിക്കുകയും അംബാനിയുടെ കല്യാണത്തിന് അവസാനിക്കുന്നത് വരെയും ഫുൾ ടൈം ലൈവ് കവറേജ്, അവിടെ നിരന്തരമായി ക്ലിപ്സ് അപ്ലോഡിങ് എന്ന് പറയുന്നതിലേക്ക് മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കൺസേൺ ആവേണ്ട വിഷയമാണ്. ഒരു പരിധിയില്ലേ ഒരു കല്യാണത്തിൻ്റെ വാർത്ത കൊടുക്കുന്നതിനും ഒക്കെ. അതിനകത്ത് വേറെ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും ഇല്ല, കുറേ ആളുകൾ വരുന്നു പോകുന്നു. അപ്പോൾ ഇത് അത്ര ശുഭകരമായിട്ടല്ല റിപ്പോർട്ടിംഗ് ശൈലിയിലൊക്കെ ഉള്ളത്. മറ്റൊന്ന്, ഒരുപാട് പണമുള്ള ഒരാൾ ആ പണം ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ സ്റ്റേറ്റിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. യെസ്. അപ്പോൾ ഈ കല്യാണത്തെക്കുറിച്ചുള്ള നിലപാടുകളോടെ ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം.